അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ കരടി ഇറങ്ങി. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിലാണ് കരടിയെ കണ്ടെത്തി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, ഈ നേരത്തെ തന്നെ ഇവിടെ ഈ മലക്കപ്പാറ റൂട്ടിൽ ആനയുടെയും പുലിയുടെയൊക്കെ സാന്നിധ്യം പല അവസരങ്ങളിലും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ കരടി ഇറങ്ങുന്നതെന്ന് പറയുന്നത് വലിയ ഒരു ഏറ്റവും പുതിയൊരു വാർത്തയായി തന്നെ പറയേണ്ടി വരുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ടോ? ആളുകൾ പരിഭ്രാന്തിയിലായിട്ടുണ്ടാകും. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇത് തിങ്കളാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തിങ്കളാഴ്ച രാത്രി അതിരപ്പള്ളിയിലേക്ക് പോയ വിനോദയാത്ര പോയവരാണ് ഈ കരടിയെ കണ്ടത്. ഇവരുടെ വാഹനത്തിന് മുന്നിലൂടെ കരടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ, വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിൽ കരടി നടന്നു പോകുന്നത് കണ്ടു. അങ്ങനെ അവർ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിരപ്പള്ളി പുളിയിലപ്പാറയിലാണ് സംഭവം. മലക്കപ്പാറ അതിരപ്പള്ളി റൂട്ടിലാണ് ഈ പുളിയിലപ്പാറ. അവിടെ വെച്ചാണ് കരടിയെ കണ്ടത്. കുറച്ചു സമയം വാഹനത്തിന് മുന്നിലൂടെ നടന്നു പോയ കരടി വാഹനം പിന്നിലൂടെ കുറച്ചു നേരം പിന്തുടർന്നപ്പോൾ ആ വെളിച്ചത്തിൽ അരികിലേക്ക് മാറി പോവുകയും ചെയ്തു. അതിരപ്പള്ളി മേഖലയിൽ നേരത്തെയും ഇങ്ങനെ റോഡിൽ നേരിട്ട് യാത്രക്കാർ കണ്ടിട്ടില്ലെങ്കിലും പലയിടത്തും കരടിയെ കണ്ടതായി, തോട്ടങ്ങളിലും മറ്റും കരടിയെ കണ്ടതായി നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിരുന്നു. അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ കണ്ടത്. ഒരുപക്ഷെ കാട്ടിൽ വെള്ളവും ഭക്ഷണവും, വെള്ളത്തിന്റെ കുറവാകാം ഈ വന്യമൃഗങ്ങൾ കൂടുതൽ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് പറയുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വെള്ളത്തിന്റെ ക്ഷാമവും ചൂടുമാകാം പുറത്തേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നത്. അതിന്റെ സമാനമായ രീതിയിലാണ് ഈ കരടിയും പുറത്തേക്ക് വന്നതായിരിക്കാം എന്നാണ് കരുതുന്നത്. എന്തായാലും പിന്നീട് ഈ കരടിയെ വനവകുപ്പ് നോക്കിയെങ്കിലും പിന്നീട് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അതിരപ്പള്ളി മേഖലയിൽ മലക്കപ്പാറ റൂട്ടിൽ ഈ പ്രദേശത്ത്, അതായത് പുളിയിലപ്പാറ പ്രദേശത്ത് കരടി ഉണ്ട് എന്നത് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ കരടിയെ കണ്ടെത്തി. നാട്ടുകാർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.